ഹലോ ട്രേഡേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ പതിവ് പോലെ തന്നെ ബിറ്റ് കോയിൻ്റെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പ്രൈസ് ആക്ഷൻ അനാലിസിസും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു വീഡിയോയിൽ ഉണ്ടായിരിക്കുക. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ അനാലിസിസിന് എൻ്റെ അനാലിസിസ് എന്തെങ്കിലും രീതിയിൽ ഹെൽപ്ഫുൾ ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി, ബാക്കി എല്ലാ കാര്യങ്ങളും വിട്ട് കളഞ്ഞേക്കാം. ആൻഡ് എപ്പോഴും നിങ്ങളുടേതായിട്ടുള്ള ഒരു അനാലിസിസ് നടത്തിയതിന് ശേഷം മാത്രം ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ലാലേട്ടൻ പറയുന്ന പോലെ വാവിട്ട വാക്കും കൈവിട്ട ആയുധവും ഷേവ് ചെയ്തിട്ടുള്ള താടിയും മീശയും ഒന്നും തിരിച്ചെടുക്കാനായിട്ട് സാധിക്കില്ല എന്ന സന്ദേശത്തോട് കൂടിയിട്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. പതിവ് പോലെ നമുക്ക് കോയിൻ മാർക്കറ്റ് ക്യാപ്പിലെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ദ ഗ്ലോബൽ ക്രിപ്റ്റോ മാർക്കറ്റ് ക്യാപ്പ് ഈസ് $1.21 ട്രില്യൺ. ഒരു 0.87% ഡിക്രീസ് ആണ് ഗ്ലോബൽ ക്രിപ്റ്റോ മാർക്കറ്റ് ക്യാപ്പിൽ കഴിഞ്ഞ ഒരു ദിവസം കൂടി ഉണ്ടായിട്ടുള്ളത്. ആൻഡ് ടോട്ടൽ ക്രിപ്റ്റോ മാർക്കറ്റ് വോളിയം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 24 മണിക്കൂറിൽ അത് 40.53% ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഒരു $35.23 ബില്യൺ ആണ് ടോട്ടൽ ക്രിപ്റ്റോ മാർക്കറ്റ് വോളിയം എന്ന് പറയുന്നത്. ആൻഡ് ബിറ്റ് കോയിൻ ഡൊമിനൻസും ഒരു 0.08% ആയിട്ട് കഴിഞ്ഞ ഒരു ദിവസം കൂടി ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഒരു 48.53% ബിറ്റ് കോയിൻ ഡൊമിനൻസ് എന്ന് പറയുന്നത്. ആൻഡ് ഫിയർ ആൻഡ് ഗ്രീഡ് ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ ന്യൂട്രലാണ്. നമുക്കറിയാം ഒരു സൈഡ് വേസ് ആയിട്ടുള്ള ഒരു മാർക്കറ്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഫിയർ ഗ്രീഡ് ഇൻഡെക്സ് ന്യൂട്രലായിട്ടാണ്. 57 ആണ് ഫിയർ ഗ്രീഡ് ഇൻഡെക്സ് സ്കോർ എന്ന് പറയുന്നത്. ആൻഡ് ബിറ്റ് കോയിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 7 ദിവസമായിട്ട് ബിറ്റ് കോയിൻ ഒരു 1.12% ഡൗൺ മൂവ്മെൻ്റ് ആണ് കാഴ്ചവെച്ചിട്ടുള്ളത്. എത്തേറിയം നോക്കുകയാണെങ്കിൽ എത്തേറിയം ഒരു 1.64% ഒരു ഡൗൺ മൂവ്മെൻ്റ് ആണ്, ഒരു അപ്പ് മൂവ്മെൻ്റ് ആണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ആൻഡ് XRP വളരെ ശക്തമായിട്ട് പെർഫോം ചെയ്തിട്ടുള്ള ഒരു ടോക്കണാണ് കഴിഞ്ഞ ആഴ്ചയിൽ. ഒരു 55.64% മൂവ്മെൻ്റ് ആണ് XRP കഴിഞ്ഞ 7 ദിവസം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ XRP മാത്രമാണ് കാര്യമായിട്ടുള്ള മൂവ്മെൻറ്റ് ഇവിടെ കാഴ്ചവെച്ചിട്ടുള്ളത്. പിന്നെ സൊളാനയുണ്ട്. സൊളാന ഒരു 21.27% ഇൻക്രീസ് സൊളാന കഴിഞ്ഞ 7 ദിവസം കൊണ്ട് കാഴ്ചവെച്ചിട്ടുണ്ട്. ആൻഡ് കഴിഞ്ഞ 24 മണിക്കൂറിൽ സൊളാന ഒരു 5.39% താഴേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് മൊത്തത്തിൽ ഒന്ന് സൈഡ് വേസ് ആയിട്ടാണ്, അല്ലെങ്കിൽ കാര്യമായിട്ടുള്ള മൂവ്മെൻറ്റുകൾ എല്ലാ ടോക്കൺസ് ഒന്നും കാഴ്ചവെക്കുന്നില്ല. ഒരു ബുള്ളിഷ് മാർക്കറ്റാണ് നമുക്ക് മൊത്തത്തിൽ പറയാനായിട്ട് സാധിക്കാത്ത ഒരു അവസ്ഥയിലാണ് ക്രിപ്റ്റോ മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത്. ആൻഡ് ബിറ്റ് കോയിൻ്റെ വിശേഷത്തിലേക്ക് പോയി കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് ബിറ്റ് കോയിൻ്റെ ഒരു വീക്ക്ലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടിലാണ്. ആൻഡ് ഞാൻ ഈ ഡ്രോയിങ്സ് എല്ലാം ഒന്ന് ക്ലിയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ലെവൽസ് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലാണ് ഈ ഒരു ലെവൽ എന്ന് പറയുന്നത്. കാരണം ഇതായിരുന്നു ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്ന ഒരു ലെവൽ എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെ നമുക്കൊരു ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് പാറ്റേൺ കിട്ടിയിട്ടുണ്ട്. ഈ രീതിയിൽ ഒരു ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് പാറ്റേൺ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ആ ഒരു പാറ്റേൺ കിട്ടിയതിന് ശേഷമാണ് പ്രൈസ് ഈ ഒരു നെക്ക് ലൈനിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് മുകളിലേക്ക് പോവുകയും ആൻഡ് അവിടേക്ക് തന്നെ ഒരു റീടെസ്റ്റ് എടുക്കുകയും ദെൻ വീണ്ടും ബുള്ളിഷ് ആവുകയും ചെയ്തിട്ടുള്ളത്. ഞാൻ ഈ വരയ്ക്കുന്ന ലൈൻസ് നിങ്ങളൊരു ലൈനായിട്ട് മാത്രം കൺസിഡർ ചെയ്യാതെ ഒരു ഏരിയ ആയിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഞാനതൊരു ഏരിയ ആയിട്ട് വരയ്ക്കുകയാണെങ്കിൽ ഭയങ്കര വൃത്തികേടായിരിക്കും. അതുകൊണ്ടാണ് ആകെ കറകുറയായിരിക്കും. അതുകൊണ്ടാണ് ഞാനത് ഒരു ഏരിയ ആയിട്ട് വരയ്ക്കാതെ ഒരു ലൈനായിട്ട് തന്നെ വരയ്ക്കുന്നത്. അപ്പോൾ നിങ്ങളത് ലൈനായിട്ട് വേണം കൺസിഡർ ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു 24,411 എന്ന് പറയുന്ന ഈ ഒരു ഏരിയ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു. ആൻഡ് അതിനുശേഷം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ഏരിയ, പ്രൈസ് ഇപ്പോൾ നിൽക്കുന്ന ഒരു ഏരിയ ആണ്. അതിൽ ഒരു 30K 31K എന്ന് പറയുന്ന ഈ ഒരു ഏരിയ ആണ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഏരിയ. അതൊരു റെസിസ്റ്റൻസ് ഏരിയ കൂടിയാണ്. മുൻപ് പ്രൈസ് പല തവണ ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഏരിയ ആയിരുന്നു. ആൻഡ് ഇപ്പോൾ അതൊരു റെസിസ്റ്റൻസ് ഏരിയ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഈ ഒരു ബുള്ളിഷ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് തന്നെ മാർക്കറ്റ് കണ്ടിന്യൂ ചെയ്യുമെന്നുള്ള കാര്യങ്ങൾ നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. പക്ഷേ അത് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ റീടെസ്റ്റ് അത്യാവശ്യമാണ്. ഇവിടെ ഫോം ആയിക്കൊണ്ടിരിക്കുന്ന വീക്ക്ലി ക്യാൻഡിൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ഒന്ന് കൺജസ്റ്റഡ് ആയിട്ടുള്ള രീതിയിലുള്ള ക്യാൻഡിൽസ് ആണ് അവിടെ കാണാൻ പറ്റുന്നത്. ഒരു ഡോജി ക്യാൻഡിൽ കിട്ടിയിട്ടുണ്ട്. എല്ലാം ഡോജി ക്യാൻഡിൽസ് തന്നെയാണ്. സോ കാര്യമായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് അവിടെ സംഭവിച്ചിട്ടില്ല. ബിറ്റ് കോയിനിൽ കാര്യമായിട്ടുള്ള മൂവ്മെൻറ്റ് കഴിഞ്ഞ 2-3 ആഴ്ചയോളമായിട്ട് സംഭവിക്കുന്നില്ല എന്നുള്ള കാര്യങ്ങൾ നമുക്കിവിടെ കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു വീക്ക്ലി ടൈം ഫ്രെയിമിൽ തന്നെ നമുക്ക് ഏത് രീതിയിലുള്ളൊരു മൂവ്മെൻറ്റ് ആണ് ഇവിടെ പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റുകൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഈ രീതിയിൽ ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റ് ടൂൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. ആൻഡ് നമുക്ക് ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റ് ടൂൾ വെച്ചുകൊണ്ട് ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഏരിയ ആണ് ഈ ഒരു ഗോൾഡൻ ലെവലായിട്ടുള്ള ഫിബൊനാച്ചി 0.5 ആൻഡ് 0.618 എന്ന് പറയുന്ന ലെവൽസ്. അതായത് പ്രൈസ് നോക്കുകയാണെങ്കിൽ 0.5 എന്ന് പറയുന്ന ലെവൽ 28,000 എന്ന് പറയുന്ന 28,324 എന്ന് പറയുന്ന ഒരു ലെവലാണ്. ആൻഡ് 0.618 ഫിബൊനാച്ചി ലെവൽ എന്ന് പറയുന്നത് 27,485 എന്ന് പറയുന്ന ലെവലാണ്. ഓക്കെ, അപ്പോൾ അതിനർത്ഥം പ്രൈസ് ഈ 27,000 മുതൽ 28,000 വരെയുള്ള ഈ ഒരു ഏരിയയിലേക്ക് ഇറങ്ങി വരാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റ് ടൂളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, പ്രൈസ് ഇവിടെ നിന്ന് ഈ ഒരു ഗോൾഡൻ ലെവലിലേക്ക് ടെസ്റ്റ് ചെയ്യാനും ആൻഡ് അവിടെ നിന്ന് വീണ്ടും ബുള്ളിഷ് ആവാനുമായിട്ടുള്ള സാധ്യതകളാണ് നമുക്കിവിടെ ഈ ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റ് ടൂൾ വെച്ച് നോക്കുമ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ആൻഡ് മറ്റൊരു കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതാ ഇവിടെ ഈ രീതിയിലൊരു ട്രെൻഡ് ലൈൻ വരയ്ക്കാനായിട്ട് സാധിക്കും. ആൻഡ് ആ ട്രെൻഡ് ലൈൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതാ പ്രൈസ് ഇവിടെ സപ്പോർട്ട് എടുക്കുന്നത്, ഇവിടെ സപ്പോർട്ട് എടുക്കുന്നുണ്ട്, ഇവിടെ സപ്പോർട്ട് എടുക്കുന്നുണ്ട്. ആൻഡ് അടുത്തതായിട്ട് പ്രൈസ് സപ്പോർട്ട് എടുക്കാനായിട്ട് പോകുന്നത് ഈ ഒരു ഫിബൊനാച്ചി ഗോൾഡൻ ലെവലായിട്ടുള്ള 27,000 മുതൽ 28,000 വരെയുള്ള ആ ഒരു ലെവലിലായിരിക്കും പ്രൈസ് അടുത്തതായിട്ട്
സപ്പോർട്ട് എടുക്കാൻ പോകുന്നത്. ഈ ഒരു ട്രെൻഡ് ലൈനിൽ പ്രൈസ് സപ്പോർട്ട് എടുക്കാനായിട്ട് പോകുന്നത് ആ ഒരു ലെവലിലായിരിക്കും. ആൻഡ് അവിടെ നിന്നായിരിക്കും പ്രൈസ് വീണ്ടും ബുള്ളിഷ് ആയിട്ടുള്ള കുറച്ച് പ്രൈസ് മൂവ്മെൻറ്റുകൾ കാഴ്ചവെക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ വീക്ക്ലി ടൈം ഫ്രെയിമിൽ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ആൻഡ് ഒരു ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു ബ്രോഡനിങ് വെച്ച് ചാർട്ട് പാറ്റേൺ കാണാനായിട്ട് പറ്റുന്നുണ്ട്. കൃത്യമായിട്ട് ഈ ഒരു ട്രെൻഡ് ലൈൻസിൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എടുത്തുകൊണ്ടാണ് പ്രൈസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ രീതിയിൽ ഇവിടെ സപ്പോർട്ട് എടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ പ്രൈസ് ഇവിടെ റെസിസ്റ്റൻസും എടുക്കുന്നുണ്ട്. ഓക്കെ, പലതവണ ഒരുപാട് വിക്സ് ഇവിടെ റെസിസ്റ്റൻസ് എടുത്ത് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാർട്ട് പാറ്റേൺ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കൃത്യമായിട്ട് ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് ലെവൽ കിട്ടിയിട്ടുണ്ട്. സോ ആ ഒരു സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ പ്രൈസ് ഈ ഒരു ഡിസ്റ്റൻസ് നമുക്ക് താഴേക്ക് എടുക്കാം. ഈ ഒരു ഡിസ്റ്റൻസ് തന്നെ താഴേക്കും ഇറങ്ങാനായിട്ട് സാധ്യതയുണ്ട്. അതായത് ഒരു 27,953 എന്ന് പറയുന്ന ഒരു ലെവലിലേക്കൊക്കെ പ്രൈസ് ഇറങ്ങാനായിട്ടുള്ള സാധ്യത ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്കിവിടെ ഈ ഒരു പാറ്റേൺ വെച്ച് നോക്കുമ്പോൾ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഇവിടെയും പറഞ്ഞിട്ട് നമ്മുടെ ഫിബൊനാച്ചി ലെവലായിട്ട് ഇവിടെയും വന്നിട്ടുള്ള 27,000 എന്ന് പറയുന്ന ഒരു ലെവൽ തന്നെയായിരുന്നു. ആൻഡ് ഇവിടെയും നമുക്ക് ആ ഒരു 27,000 എന്ന് പറയുന്ന ലെവൽ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ആൻഡ് അവിടെ നിന്നായിരിക്കും പ്രൈസ് വീണ്ടും ബുള്ളിഷ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കാഴ്ചവെക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് ഈ ഒരു ഡെയിലി ടൈം ഫ്രെയിമിൽ ഈ ഒരു ബ്രോഡനിങ് വെച്ച് ചാർട്ട് പാറ്റേൺ വെച്ചുകൊണ്ട് കാണാൻ പറ്റുന്നത്. ആൻഡ് നമ്മുടെ ഈ ഒരു ഏരോ മാർക്ക് ഇട്ടിട്ടുള്ള നമ്മൾ ടാർഗറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ള ഈ 27,000 എന്ന് പറയുന്ന ലെവൽ മുൻപ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലായിരുന്നു. ഇവിടെ സപ്പോർട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ട്, ഇവിടെ റെസിസ്റ്റൻസ് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു ലെവലിലേക്ക് തന്നെ പ്രൈസ് ഒരു റീടെസ്റ്റ് നടത്താനും അവിടെ നിന്ന് വീണ്ടും ബുള്ളിഷ് ആവാനുമായിട്ടുള്ള സാധ്യതകൾ അവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചെറിയ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള 27,000 വരെയുള്ള മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ വെറും ഒരു 5% മൂവ്മെൻറ്റ് മാത്രമാണ്. ഓക്കെ, അപ്പോൾ ഒരു 5% മൂവ്മെൻറ്റ് ബിറ്റ്കോയിൻ താഴേക്ക് വന്നാൽ നമ്മളതൊരു മാർക്കറ്റ് ക്രാഷ് ആണ്, അല്ലെങ്കിൽ പ്രൈസ് വീണ്ടും ബെയർ മാർക്കറ്റിലേക്ക് പോകുന്നു എന്നുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചിന്തിക്കേണ്ടതില്ല. പ്രൈസ് അവിടെ നിന്ന് വീണ്ടും തിരിച്ചു കയറാനായിട്ടുള്ള സാധ്യതകൾ തീർച്ചയായിട്ടും ഉണ്ട്. ഓക്കെ, ആൻഡ് ഒരു ഡെയിലി ടൈം ഫ്രെയിമിൽ തന്നെ നമുക്ക് ഇതുപോലെ ഒരു ട്രെൻഡ് ലൈൻ കാണാനായിട്ട് പറ്റുന്നുണ്ട്. കൃത്യമായിട്ട് ഇവിടെ സപ്പോർട്ട് എടുത്തുകൊണ്ട് കൃത്യമായിട്ട് സപ്പോർട്ട് ഏരിയാസ് അല്ലെങ്കിൽ ട്രെൻഡ് ലൈൻ ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് എടുത്തുകൊണ്ടാണ് പ്രൈസ് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഡെയിലി ടൈം ഫ്രെയിമിൽ തന്നെ നമുക്ക് വരും ദിവസങ്ങളിൽ ചെറിയ രീതിയിലുള്ള ഒരു ഡൗൺ മൂവ്മെൻറ്റ് സംഭവിച്ചാലും അത് ഈ ഒരു ട്രെൻഡ് ലൈനിൽ സപ്പോർട്ട് എടുത്തുകൊണ്ട് വീണ്ടും തിരിച്ച് കയറാനായിട്ടുള്ള സാധ്യതകൾ നമുക്കവിടെ പറയാനായിട്ട് പറ്റും. ഓക്കെ, അതും ഈ ഒരു ട്രെൻഡ് ലൈനിൽ സപ്പോർട്ട് എടുക്കാൻ വരുന്ന ഏരിയ നോക്കിക്കഴിഞ്ഞാൽ നമുക്കവിടെ കാണാൻ പറ്റുന്നത് 27,971 എന്ന് പറയുന്ന ആ ഒരു പ്രൈസ് റേഞ്ചാണ്. ആൻഡ് അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ലെവലാണ്, ഇവിടെ മുൻപുണ്ടായിരുന്ന സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലായിട്ടുള്ള ഈ ഒരു ലെവലാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ലെവലിൽ നിന്നും പ്രൈസ് തിരിച്ചു കയറാനായിട്ടുള്ള സാധ്യതകൾ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ അതാണ് ബിറ്റ്കോയിനിൽ ഡെയിലി ടൈം ഫ്രെയിമിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന കുറച്ച് പ്രൈസ് മൂവ്മെൻറ്റുകൾ എന്ന് പറയുന്നത്. ആൻഡ് ഒരു 4 hour ടൈം ഫ്രെയിമിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഡ്രോയിങ്സ് എല്ലാം ഒന്ന് ക്ലിയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു 4 hour ടൈം ഫ്രെയിമിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഒരു കൺസോൾട്ടേഷൻ ലെവലാണെന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇത് കൃത്യമായിട്ട് ഒരു കൺസോൾട്ടേഷൻ ആണ് എന്നുള്ള കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. പ്രൈസ് സൈഡ് വേസ് ആയിട്ടാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് നമ്മളിവിടെ CPR ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ട്, ഒരു മന്ത്ലി CPR ഇൻഡിക്കേറ്റർ നമ്മൾ ഇട്ടിട്ടുണ്ട്. ആൻഡ് ആ ഒരു CPR ഇൻഡിക്കേറ്ററിൻ്റെ ആ ഒരു CPR ലെവൽ എന്ന് പറയുന്നത് 29,000 മുതൽ 28,000 വരെയാണ് അതിൻ്റെ ലെവൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലെവലാണ് ഇതാണ് നമ്മുടെ CPR ലെവൽ എന്ന് പറയുന്നത്. ഞാൻ ജസ്റ്റ് കളറൊന്നും മാറ്റുന്നുണ്ട് അതിൻ്റെ. അപ്പോൾ കൺസോൾട്ടേഷൻ നടക്കുന്ന സമയത്ത് പ്രൈസ് ഒരുപാട് തവണ ഫേക്ക് ഔട്ടുകൾ നടത്താറുണ്ട്. ഓക്കെ, മുകളിലോട്ടായാലും താഴോട്ടായാലും ഫേക്ക് ഔട്ടുകൾ നടത്താറുണ്ട്. അപ്പോൾ പ്രൈസ് ഇവിടെയും ഈ ഒരു കൺസോൾട്ടേഷനിൽ നിന്നും ഒരു ഫേക്ക് ഔട്ട് നടത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സപ്പോർട്ട് എടുക്കാനായിട്ട് പോകുന്നത് ഈ ഒരു CPR ലെവൽസിലായിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു CPR ലെവൽസിൽ സപ്പോർട്ട് എടുത്തുകൊണ്ട് തന്നെ പ്രൈസ് വീണ്ടും തിരിച്ചു കയറാനായിട്ടുള്ള സാധ്യതകൾ നമുക്കിവിടെ പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് 4 hour ടൈം ഫ്രെയിമിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ മുമ്പ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഈ രീതിയിലുള്ള കൺസോൾട്ടേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഞാൻ ഇവിടെ കാണിച്ചു തരാം. നമുക്ക് ഈ രീതിയിലുള്ള ഒരു കൺസോൾട്ടേഷനോട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആൻഡ് അവിടെ 2 തവണ ഫേക്ക് ഔട്ടുകൾ കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഇവിടെ നമുക്ക് വളരെ വലിയൊരു ഫേക്ക് ഔട്ട് ഇവിടെ കിട്ടിയിട്ടുള്ളത് കാണാനായിട്ട് പറ്റുന്നത്. ഇവിടെ നമുക്ക് വലിയൊരു ഫേക്ക് ഔട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സംഭവിച്ച അതേ രീതിയിൽ തന്നെ പ്രൈസ് മൂവ്മെൻറ്റ് ഇവിടെയും സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഈ രീതിയിൽ ഇവിടെ സംഭവിച്ച അതേ ക്യാൻഡിൽസ് തന്നെ ഞാൻ ഇവിടെയും എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ സംഭവിച്ച പോലെ തന്നെ ഇവിടെയും ഒരു ഫേക്ക് ഔട്ട് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു CPR ലെവലിൽ സപ്പോർട്ട് എടുത്തുകൊണ്ട് പ്രൈസ് വീണ്ടും തിരിച്ചു കയറാനായിട്ടുള്ള സാധ്യതകൾ നമുക്കിവിടെ പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളാണ് 4 hour ടൈം ഫ്രെയിമിലും പറയാനായിട്ടുള്ളത്. സോ നമ്മളിപ്പോൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു റീടെസ്റ്റിന് വേണ്ടിയിട്ടാണ്. BTC ഒരു റീടെസ്റ്റ് നമുക്ക് കാണിച്ചു തരും. കൃത്യമായിട്ട് ഒരു കൺസോൾട്ടേഷൻ ലെവലിൽ നിന്ന് പുറത്ത് വന്നുകൊണ്ട് ഒരു റീടെസ്റ്റ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. സോ ആ ഒരു കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ ട്രേഡ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടേതായിട്ടുള്ള അനാലിസിസും നമുക്ക് നടത്താം. അതിനുശേഷം മാത്രം ഏത് രീതിയിൽ ട്രേഡ് ചെയ്യണം, ഏത് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യണം എന്നുള്ള നമുക്ക് തീരുമാനിക്കാം. ആൻഡ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഏതെങ്കിലും രീതിയിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് അടിക്കാനായിട്ട് ശ്രമിക്കുക. കൂടുതൽ ആളുകളിലേക്ക് നമ്മുടെ വീഡിയോ എത്തിച്ചു കൊടുക്കാനായിട്ട് നമ്മുടെ യൂട്യൂബ് അൽഗോരിതത്തിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് നിങ്ങളുടെ ലൈക്കുകളായിരിക്കും. അടുത്ത വീഡിയോയിൽ കാണാം. ഹാപ്പി ട്രേഡിംഗ്.